നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നിരവധി ആരോപണങ്ങളാണ് വിവിധ പാർട്ടികൾ പരസ്പരം ആരോപിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ BJP അക്കൗണ്ട് തുറക്കുവാൻ കിടഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. പൊതുവെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സ്റ്റാലിന്റെ രാഷ്ട്രീയ പാർട്ടി DMK-യും കോൺഗ്രസുമാണ് തമിഴ് മണ്ണിൽ ശക്തി. പുറത്തുവരുന്ന സർവേ റിപ്പോർട്ടുകളിലും ഇന്ത്യ മുന്നണി മികച്ച വിജയം കരസ്ഥമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്നാൽ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭയം മോദിയുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞത്. തോൽവിയുടെ ഭയം മോദിയുടെ കണ്ണുകളിലും മുഖത്തും പ്രതിഫലിക്കുന്നുണ്ടെന്നും സ്റ്റാലിൻ പറഞ്ഞു. വെള്ളിയാഴ്ച തിരുച്ചിയിൽ നടന്ന യോഗത്തിലാണ് പ്രധാനമന്ത്രിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ആരോപണങ്ങളും വിമർശനങ്ങളുമായി സ്റ്റാലിൻ രംഗത്ത് വന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിയ സ്റ്റാലിൻ PMKS ഫണ്ടിൽ തുടങ്ങിയ അഴിമതി കണക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിച്ചാൽ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയ ഹിമാലയൻ കുംഭകോണമായി മാറിക്കഴിഞ്ഞു. DMK-ക്കെതിരായ മോദിയുടെ അഴിമതി ആരോപണങ്ങളെ രൂക്ഷമായി വിമർശിച്ച സ്റ്റാലിൻ, അഴിമതി വിരുദ്ധ സർക്കാർ എന്ന് സ്വയം പറയുന്ന മോദി എന്തുകൊണ്ട് BJP-ക്കെതിരായ അഴിമതി ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 5 വർഷമായി ED-യും CBI-യും ID-യും BJP-ക്കായി ഇലക്ട്രൽ ബോണ്ട് നൽകാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന റെയ്ഡുകൾ നടത്തി വരികയാണ്. ഇതുവഴിയാണ് BJP 8000 കോടി രൂപ സമാഹരിച്ചതെന്നും സ്റ്റാലിൻ പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേ, ഹൈവേ ടോൾ പിരിവ്, HAL എയർക്രാഫ്റ്റ് ഡിസൈൻ, ഭാരത് മാല, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ വിവിധ പദ്ധതികളിൽ CAG റിപ്പോർട്ട് തുറന്നുകാട്ടിയിട്ടുണ്ട്. റഫാലും മറ്റൊരു അഴിമതിയാണ്. ജനം തങ്ങൾക്കെതിരെ തിരിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ BJP സർക്കാർ അഴിമതികൾ മറയ്ക്കാൻ ക്രൂരമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തോൽവി ഭയത്തിന്റെ ലക്ഷണമാണ്. മനീഷ് സിസോദിയ 13 മാസമായി ജയിലിലാണ്. ഹേമന്ത് സോറന്റെ അറസ്റ്റിന് പിന്നിലും ഇതേ ഭയം തന്നെയാണ്. തമിഴ്നാട്ടിൽ BJP വളരുന്നത് DMK-യുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയെന്നാണ് മോദിയുടെ വാദം. എന്നാൽ ഉറക്കം നഷ്ടപ്പെട്ടത് മോദിക്കാണ്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ നടത്തിയ ഒരു പദ്ധതി കാണിച്ചു തരാൻ മോദിയെ സ്റ്റാലിൻ വെല്ലുവിളിക്കുകയും ചെയ്തു.